ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും നിങ്ങൾക്ക് കാണിച്ചു തരികയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഗുരു ഞാനായി മാറില്ലേ? ഇത് ഈ കാലം വരെ കാണിക്കാത്ത അറിയാത്ത ഗുരു എന്നുള്ള നിങ്ങളുടെ തെറ്റായ ധാരണകൾ മാത്രമാണ്. ഒരു ഗുരുവിന് ആവശ്യമില്ലല്ലോ. എന്തിനാണ് നിങ്ങൾ ഒരു ഗുരുവിനെ അന്വേഷിക്കേണ്ട ആവശ്യം? നിങ്ങളെന്ന യാഥാർത്ഥ്യത്തെ കണ്ടെത്താനോ? നിങ്ങളെന്ന യാഥാർത്ഥ്യത്തെ കണ്ടെത്താനാണ് ഒരു ഗുരുവിന് ആവശ്യം. അപ്പൊ ആ ഗുരു, അദ്ദേഹം വന്ന ആ ഗുരു എന്ന യാഥാർത്ഥ്യം ഈശ്വരനാണ്, അള്ളാഹുവാണ്. അതാണ് പ്രപഞ്ചത്തിന്റെ യാഥാർത്ഥ്യം. പരമാത്മാവായ അള്ളാഹുവാണ്, ഈശ്വരനാണ്. ഈ ദൈവ യാഥാർത്ഥ്യം ഞാൻ അതായി തീരണം. ഏതായി തീരണം? പ്രപഞ്ച യാഥാർത്ഥ്യമായി തീരണം. ഈശ്വരനും അള്ളാഹുവായി തീരണം ഞാൻ. അപ്പം ഞാൻ എന്ന യാഥാർത്ഥ്യം ഈശ്വരനാണ്, അള്ളാഹുവാണ് ഞാൻ. അപ്പൊ എന്നെ അറിഞ്ഞ് ആ പ്രപഞ്ചനാഥനായി ഇരിക്കുന്നവനാണ്. നിങ്ങളും ഇവിടെ വന്നാൽ നിങ്ങൾ എന്തെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചും അറിയിച്ചും ബോധ്യപ്പെടുത്തി ആ പ്രപഞ്ച യാഥാർത്ഥ്യമാക്കി തീർക്കണം നിങ്ങളെ. ആണോ വേണ്ടത്? ആ പ്രപഞ്ച യാഥാർത്ഥ്യമായവനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് മുഹമ്മദ് റസൂൽ. അള്ളാഹ്